സാധാരണക്കാരന്റെ ജീവിത നൊമ്പരങ്ങൾ നർമ്മത്തിലൂടെ ആവിഷ്കരിച്ച എഴുത്തുകാരനാണ് മലയാളികളുടെ പ്രിയ ശ്രീനിവാസൻ. 1976 P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്ത് എത്തുന്നത്. അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ടാ. കർത്താവേ, അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കണേ. 1984 ഓടരുതമ്മാവ ആളറിയും എന്ന സിനിമയ്ക്ക് കഥ എഴുതിയാണ് തിരക്കഥാ രംഗത്തേക്ക് കടന്നത്. ഇവന്മാർ രണ്ടുപേരും തോറ്റു. താനോ? ഞാൻ തോറ്റു, നേരത്തെ തോറ്റു. അതെന്താ? പഠിത്തത്തിന് നാം മോശമാണെങ്കിലും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വിരുദ്ധനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത്തവണ ഒരു അക്കിടി പറ്റി. എന്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഞാൻ എഴുതി, എന്റെ നോക്കി എന്റെ പുറകിരിക്കുന്നവനെ എഴുതി. ഞാൻ നോക്കി എഴുതിയവനും എന്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. അയാൾ പറഞ്ഞു കേട്ടില്ലേ, പഴപ്പരതെന്ന്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങള് അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരനെന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക് ഹർ. പൊടിപ്പും തൊങ്ങലുമില്ലാതെ അടിത്തട്ടിലുള്ളവരുടെ വേദനയും പ്രശ്നങ്ങളും കൃത്യമായി നിരീക്ഷിച്ചാണ് ശ്രീനിവാസൻ വെള്ളിത്തിരയിൽ എത്തിക്കുന്നത്. ഹീറോയിക് മാസ് ഡയലോഗുകളേക്കാൾ സാധാരണക്കാരനെ പിടിച്ചിരുത്തുന്ന കഥാസന്ദർഭങ്ങൾ ഏവരെയും ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമാണ്. സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ, കമൽ എന്നിവരുമായി ചേർന്നാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയ ചിത്രങ്ങൾ പുറത്തിറക്കിയത്. കുടുംബ ബന്ധങ്ങളുടെ ആഴവും പരപ്പും പറയുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളും ആക്ഷേപഹാസ്യങ്ങളും നിരീക്ഷണങ്ങളും തൻ്റെ ചിത്രങ്ങളിൽ ഭംഗിയായി ഇഴചേർക്കാനും ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ ഭാഷയിലും ജീവിതാനുഭവങ്ങളിലും നിന്നാണ് അദ്ദേഹത്തിൻ്റെ കല രൂപപ്പെട്ടത്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമപ്രദേശത്ത് 1951 ജനിച്ചു വളർന്ന ശ്രീനിവാസൻ നായക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതി ചലച്ചിത്ര ലോകത്ത് തൻ്റേതായ ഇടം കണ്ടെത്തിയ അതുല്യ പ്രതിഭയാണ്. കതിരൂർ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠനം. കലാലയ ജീവിതം മട്ടന്നൂരിലെ പഴശ്ശിരാജ NSS കോളേജിലായിരുന്നു. കലയോടുള്ള ഇഷ്ടമാണ് അഭിനയ പരിശീലനത്തിനായി ശ്രീനിവാസനെ മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചത്. പ്രശസ്ത തമിഴ് താരം രജനീകാന്ത് സഹപാഠിയാണ്. ഇടതുപക്ഷ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ശ്രീനിവാസന് എത്ര ഗൗരവത്തിലുള്ള വിഷയങ്ങളും ലാഘവത്തോടെ അവതരിപ്പിക്കാനുള്ള പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ശ്രീനിവാസൻ. ആദ്യകാലങ്ങളിൽ മമ്മൂട്ടി, തമിഴ് താരങ്ങളായ ത്യാഗരാജൻ, സാംബശിവൻ എന്നിവർക്ക് വേണ്ടി അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട്. വെളുത്ത നിറവും ഉയർന്ന ശരീരവുമുള്ള നായകന്മാരെ കണ്ടു ശീലിച്ച മലയാളികളുടെ സൗന്ദര്യബോധത്തെ മാറ്റി ചിന്തിപ്പിക്കാൻ ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ സ്വയം വിമർശന ശൈലി പുതിയ ചിന്തകൾക്ക് വഴി തുറന്നിടുന്നതായിരുന്നു. രചനകളിൽ ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് വിമർശനാത്മകമായ വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ എത്തിക്കുകയായിരുന്നു അദ്ദേഹം. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് ആദ്യ തിരക്കഥ. നർമ്മത്തിന് പ്രാധാന്യം നൽകിയ ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചത്. അങ്ങനെ പറ, ആളെ പിടികിട്ടി ഇവിടെ ഉണ്ട്. എന്താ പേര്? കള്ളപ്പേരാ. എന്ത്? ചെറിയ നായർ പോലും. ചെറിയ നായരോ? അപ്പൊ പാർട്ടി അത് തന്നെ. സംശയം വേണ്ട സാറേ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്ക് വട്ടാണെന്ന്. ആ കള്ള നോട്ടവും വിഡ്ഢിയ മോന്തയും ആരെങ്കിലും അടുത്ത് ചെന്നാൽ ഉടനെ എന്നെ കൊല്ലുന്നേ എന്നുള്ളൊരു നിലവിളി. 101% സാറ് പറയുന്ന പാർട്ടി ഇത് തന്നെ. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം രാഷ്ട്രീയ കേരളത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രമാണ്. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു.
ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. NSP ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. വടക്കുനോക്കി യന്ത്രത്തിലെ ശ്രീനിവാസന്റെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം മലയാളികൾ ഒരിക്കലും മറക്കാത്ത കഥാപാത്രമാണ്. കഥാപാത്രങ്ങളുടെ പേരുകളിലൂടെ കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന നടൻ കൂടിയാണ് ശ്രീനിവാസൻ. നാടോടിക്കാറ്റിലെ വിജയൻ, തേന്മാവിൻ കൊമ്പത്തിലെ മാണിക്യൻ, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ തുടങ്ങി ഇത്തരത്തിൽ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഒരു പിടി നല്ല ചിത്രങ്ങളുണ്ട്. 200-ലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കഥയിലൂടെ ഒട്ടേറെ നല്ല ചിത്രങ്ങൾ മലയാളിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, വരവേൽപ്പ്, സന്ദേശം, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗോളാന്തര വാർത്ത, ചെമ്പക്കുളം തച്ചൻ, മഴയെത്തും മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, ഉദയനാണ് താരം, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ ഒരുക്കിയിട്ടുണ്ട്. വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നിവ ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. മലയാളിയുടെ ജീവിത സാഹചര്യങ്ങളെ വളരെ ഹാസ്യരൂപേണ അവതരിപ്പിച്ച ഒരു സ്ത്രീപക്ഷ ചിത്രമായിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമള. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരന്റെ വേർപാട് മലയാള സിനിമാ ലോകത്തിന് നികത്താനാവാത്തതാണ്. അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ ചിന്തിക്കാനാകാത്തത്ര സ്വതന്ത്രമായ ശൈലിയും വ്യക്തിത്വവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിമലയാണ് ഭാര്യ. സംവിധായകനും നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ, നടൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മക്കളാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 69 വയസ്സാണ്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അഭിനയമാകട്ടെ, എഴുത്താകട്ടെ, അവതരണമാകട്ടെ, ഏത് മേഖലയായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ മലയാളിയെ ഹാസ്യത്തിലൂടെ ആനന്ദിപ്പിച്ചു. അതേസമയം ആ ചിരിയുടെ അടിയിലൊളിഞ്ഞിരുന്നത് സാമൂഹിക വിമർശനവും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകളുമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.